തുടങ്ങാം അല്ലേ? ഹരേ കൃഷ്ണ. പ്രാർത്ഥന. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പേര് വിളിച്ചാലേ നടക്കുള്ളൂ. ഹരേ ഓ, കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖന്യതംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ ഭഗവത്ഗീത ശ്രീ ചൈതന്യ ചരിതാമൃത ആദിലീല അധ്യായം 12 ശ്ലോകം 8 വരെയാണ് ഇന്നലെ വായിച്ചത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നലെ നമ്മൾ 8-ലായിരുന്നു ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹരേകൃഷ്ണ പ്രഭു നമ്മൾ തുടർന്ന് വായിക്കുകയാണോ 8-ന്റെ ബാക്കി ഡിസ്കഷൻ? 8 എന്തെങ്കിലും ഇനിയും ചർച്ച ചെയ്യാനുണ്ടോ? 8-ൽ ഇന്നലെ വിശദമായ ചർച്ച നടന്നു. ഇന്നലെ നമ്മൾ 4 മണി അങ്ങനെ എത്തി ഇന്നലെ ആദ്യമായിട്ട്. ഒന്നുമില്ല, ആരും കമന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തുടർന്ന് വായിക്കാം അല്ലെ? അല്ല, ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പ്രഭുവാദിന്റെ അഭിപ്രായങ്ങളൊക്കെ ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പൊ പിന്നെ കൂടുതൽ അതെ, വേണമെന്ന് തോന്നുന്നില്ല. അടുത്തതിലേക്ക് പോവാം. അതെ, പ്രഭുപാദ് മെയിനായിട്ട് പ്രീച്ചിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതെ, ഇന്ന് രാവിലെ ഒരു BBT മീറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ കേരള ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതില് വാസ്തവത്തിൽ നമ്മൾ കുറച്ചു പേർക്ക് അതിൽ പങ്കെടുക്കാമായിരുന്നു. ഞാൻ കേരള ലീഡേഴ്സ് എന്ന് വിചാരിച്ചപ്പോ കുറച്ചു പേർക്ക് പങ്കെടുക്കാമായിരുന്നു. കാര്യം അതിൽ പറഞ്ഞ ഇതാണ്, പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ കേരളത്തിൽ പൊതുവെ അതായത് കഴിഞ്ഞതിന് മുൻപത്തെ വർഷം 1.5 കോടി രൂപയോളം പുസ്തകങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു കേരളത്തില് ടോട്ടൽ. ടോട്ടലി കേരളത്തില്. അത് കഴിഞ്ഞ വർഷമായപ്പോൾ 1 കോടിയോളവും ഈ വർഷമായപ്പോൾ ഏകദേശം 50 ലക്ഷത്തോളവും ഇന്നേ വരെ ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ അപ്പോൾ ഇനിയും കുറച്ച് മാസങ്ങളുണ്ട്, 4 മാസം ഉണ്ടാവും. പക്ഷേ എന്നാലും അത്രയും കുറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പൊ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ശക്തിമത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടായി. പിന്നെ വേൾഡ് നമ്പർ 1 ബുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഒരു പ്രഭു ഉണ്ട്, നവീന നീരദ പ്രഭു എന്ന് പറഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡിലുള്ള പ്രഭുവാണ്. അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചു. അതിൻ്റെയൊക്കെ ചുരുക്കം എന്ത് വന്നു എന്ന് വെച്ചാൽ, ഭാനു മഹാരാജ് പ്രത്യേകം പറഞ്ഞൊരു കാര്യം,
നമ്മള് പുസ്തകം വായിച്ച് അതിന്റെ ഒരു രസം അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് വിതരണം ചെയ്യാൻ തോന്നുള്ളൂ, അല്ലേ? അത്ര സിമ്പിൾ ഒരു കാര്യമാണ്. അതെ. നമുക്ക് തന്നെ ശുപാർശ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാൾക്ക് എങ്ങനെയാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെയും ആ ഒരു കൺവിക്ഷനോടെ നമുക്ക് എങ്ങനെ ശുപാർശ ചെയ്യാൻ സാധിക്കും? പറ്റില്ല, അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളൊരു CC റീഡിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ വാസ്തവത്തിൽ നമ്മൾ ഈ കാണുന്ന കുറച്ച് പേര് മാത്രമല്ല, നമ്മളിപ്പോ ഒരു 12 പേരാണ് ഇതിൽ ഓൺലൈനിലുള്ളത്. പക്ഷെ ഈ ഒരു കൾച്ചർ വളർത്തണം. നമ്മുടെ ഓരോരോ സത്സംഗത്തിലുള്ള ഭക്തന്മാർ ആണെങ്കിലും കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ ചേരണം. ഇതിന്റെ വായനയുടെ ഒരു രസം അത് അനുഭവിക്കണം. എന്നാലല്ലേ നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതം ആയാലും പ്രീച്ചിങ് ആയാലും എന്നാലേ ഇത് നടക്കുള്ളൂ. ഇൻപുട്ട് ഇല്ലാതെ ഔട്ട്പുട്ട് എങ്ങനെ വരും? ഇതൊരു സീരിയസ് വിഷയമാണ്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അതിനെ ഗൗരവത്തോടെ എടുക്കണം. പുസ്തകങ്ങള് മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം, അതിനുവേണ്ടിയാണല്ലോ ഒരു അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഉള്ളത്. അല്ലെങ്കിൽ ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ പ്രഭുപാദിന്, അതെ. അല്ലേ? ഇസ്കോൺ ആവശ്യം എന്തിനാണ്? ഇത് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പരിശീലിക്കാൻ ഒരു വേദിയാണ് ഇസ്കോൺ. സോ നേതാക്കന്മാർ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ആരാണോ ഉള്ളത് അവരിത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ സ്ഥലങ്ങളിൽ അതിനെ നടപ്പിലാക്കാൻ ശ്രമിക്കണം. വേണ്ടേ? അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ മനസ്സ് പോകും. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ തർക്കങ്ങളിലും അതിലും ഇതിലുമൊക്കെ സ്വാഭാവികമായിട്ട് മനസ്സിനകത്ത് നമുക്കൊരു എന്താ പറയുക, ഒരു പൊള്ളയായ ഒരു വാക്വം, ഒന്നുമില്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നില് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവിടെ കയറി വരും. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ ചർച്ചാ വിഷയങ്ങളുണ്ട്, അതിലേക്ക് പോകും. നിശബ്ദതയുടെ അർത്ഥം എന്താണ്? ഒന്നില് എല്ലാവരും സമ്മതിക്കുന്നു, അല്ലെങ്കിൽ സമ്മതിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ആക്ച്വലി പ്രഭു, നമ്മളിപ്പോ ചൈതന്യ ചരിതാമൃതം എടുത്തു ചെയ്യുന്നു, ഭാഗവതം, ഭഗവത്ഗീത ഒക്കെ ഓരോ തലത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണ ബുക്കും വരും. പക്ഷെ ഒരുപാട് ചെറിയ പുസ്തകങ്ങളുണ്ടല്ലോ പ്രഭാതരുടെ. ഇപ്പൊ ഭക്തിരഥാമൃത സിന്ധുവും ഉപദേശാമൃതവും കൂടി മാറ്റി നിർത്തി കഴിഞ്ഞാലും ഒരുപാട് അതീന്ദ്രിയം എന്നൊക്കെ പറഞ്ഞ കുറെ പുസ്തകങ്ങളുണ്ടല്ലോ. ശരിക്കും ഓരോ സെന്റർ തലത്തിലും അല്ലെങ്കിൽ ഓരോ ഇസ്കോൺ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇതുപോലെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ ആ ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇതുപോലെ ഓൺലൈൻ റീഡിങ്ങിൽ വരികയാണെങ്കിൽ തന്നെ വളരെ നല്ലതായിരിക്കും. അതായത് അപ്പൊ എല്ലാ പുസ്തകങ്ങളും എല്ലാവർക്കും വായിച്ചിട്ടുള്ളവരുണ്ടാവും, വായിക്കാത്തവരുണ്ടാവും. ഫെമിലിയർ ആവുമ്പോൾ ഇതുപോലെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ക്ലിയർ ആവുകയും എല്ലാവർക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയും ആ പുസ്തകം എന്തായാലും ആ മനസ്സിലാക്കിയ പ്രഭു നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പെട്ടെന്ന് മറ്റൊരാളിൽ എത്തിക്കാൻ നമുക്ക് സംസാരിക്കാൻ സാധിക്കും പെട്ടെന്ന്. അപ്പോ പ്രഭു പറഞ്ഞത് വളരെ കറക്റ്റായി. ഇപ്പൊ ഒരു പുസ്തകത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഒരാൾ ചോദിച്ചു നമുക്കത് അത്രയും നമ്മൾ അവിടെ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോ അത് എല്ലാവരും എന്ന് വെച്ചാൽ ഭൗതിക ജീവിത തിരക്കുകൾ കൊണ്ട് ഒരു ഉപേക്ഷയിൽ അതെല്ലാം മാറ്റിവെക്കും. മെയിൻ ആയിട്ടുള്ള ഭഗവത്ഗീതയിലൂടെ കടന്നു, അല്ലെങ്കിൽ ഭാഗവതം കൂടി വന്ന ചൈതന്യ ചരിതാമൃതം. പക്ഷെ മറ്റതെല്ലാം മാറ്റിവെക്കും. അതെല്ലാം ഇതിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകളാണെങ്കിൽ പോലും അതിന്റെ ഏത് രീതിയിലാണ് അതിന്റെ കണ്ടന്റ് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ ഒരു ഡ്രൈവ് എല്ലായിടത്തും ചെയ്യാൻ സാധിച്ചാൽ നല്ലതായിരിക്കും. പ്രഭുവിന്റെ സൗണ്ട് ഒന്ന് കൂട്ടിയും കുറഞ്ഞും വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ ഇതിൽ നിന്ന് നീങ്ങി നിന്നിട്ടായിരിക്കും. ഹരേ കൃഷ്ണ. കേട്ടു എന്നല്ലേ? ഏകദേശം ആ, ഇപ്പൊ കേട്ടു. അപ്പോ എൻ്റെ ഒരു പേഴ്സണൽ തോന്നലാണ്, ഇതൊരു നിർദ്ദേശമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ എടുക്കണ്ട. പക്ഷേ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഇപ്പൊ നമ്മള് രണ്ടു തരം വ്യക്തികളുണ്ട്. ഒന്ന് അനുഭവസ്ഥരായ ഭക്തന്മാര്, പല വർഷങ്ങളായിട്ട് ഇസ്കോണിൽ ഇരിക്കുന്ന ഭക്തന്മാരുണ്ട്, അല്ലെങ്കിൽ ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഭക്തന്മാരുണ്ട്. അപ്പൊ അതൊരു നിലവാരം. പിന്നെ പുതിയതായിട്ട് വരുന്ന വ്യക്തികൾ മറ്റൊരു നിലവാരം. അതെപ്പോഴും ഉണ്ടാവുമല്ലോ. വാസ്തവത്തില് ഒന്നും പ്രഭുപാദിന്റെ ഒരു പുസ്തകവും ചെറിയ പുസ്തകം എന്ന് പറയാൻ പറ്റില്ല. കാര്യം ചെറിയ പുസ്തകം ആയാൽ പോലും അതിൽ വലിയ വലിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വലിപ്പത്തിലേ ചെറുപ്പമുള്ളൂ, സൈസിൽ. അതെ, വലിപ്പത്തിന് മാത്രമേ അത് ചെറുതായിട്ട് തോന്നുള്ളൂ. എല്ലാം അകത്തുള്ളത് വലിയതാ. എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്, അത് എനിക്ക് സ്വയം അനുഭവം ഉണ്ടായിട്ടുണ്ട്, ചെറിയ പുസ്തകങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വായിക്കും.
അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് വായിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ ഈ വലിയ പുസ്തകങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത, അതുപോലെ ഭക്തിരസാമൃത സിന്ധു, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ഒരുപാട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിലെ വിഷയങ്ങൾ വളരെ ഡീപ്പാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് അനുഭവസ്ഥരായ ഭക്തന്മാര്, അല്ലെങ്കിൽ ഇസ്കോണിൽ കുറച്ച് കാലം ചെന്ന ഭക്തന്മാര് കൂടിയിരുന്ന് ഇതുപോലെ നമ്മളിപ്പോ ചെയ്യാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിരിക്കണ പോലെ അത് ചെയ്യണം. അപ്പോഴാണ് ഒരു, എങ്ങനെ പറയാ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിന്റെ ആഹാരം, അവർക്ക് വേണ്ട ആഹാരം റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്, പോഷണ എന്താണ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഭക്തന്മാര് ചേർന്നിരുന്ന് ഈ പുസ്തകങ്ങൾ വായിക്കുകയും, ഇനി നമ്മൾ ഓരോരുത്തരും പുതിയ ആൾക്കാർ നമ്മൾ പ്രീച്ച് ചെയ്യണമല്ലോ. പുതിയ ആൾക്കാരെ നമ്മൾ കാണണം, അവരോട് സംസാരിച്ച് അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരണം. അവരുമായിട്ട് മറ്റൊരു റീഡിംഗ് ഗ്രൂപ്പ് വെക്കുക, പ്രഭുപാദിന്റെ സ്മോൾ ബുക്സ് വായിക്കാൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും നടന്നു പോകും. അങ്ങനെയാണ് ഒരു സജഷൻ. പക്ഷെ ചില പുസ്തകങ്ങൾ, ഫോർ എക്സാമ്പിൾ ഉപദേശാമൃതം എന്ന് പറയുന്നത് കാണാൻ ചെറിയ ബുക്കാണെങ്കിലും വലിയൊരു ബുക്കാണ്. അപ്പൊ അങ്ങനെ ആ പുസ്തകങ്ങൾ നോക്കി നമുക്കൊരു ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ നമ്മളിത് വായിക്കണം, വളരെ പ്രധാനമാണ്. നമ്മളിപ്പോ ഇത് വായിച്ച് തീർക്കാനുള്ള ഉദ്ദേശത്തോടെ അല്ലല്ലോ വായിക്കുന്നത്. തീർക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. കാര്യം തീർന്നു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞൊരു, നമ്മളത് ജീവിതത്തിന് നമുക്കൊരു നാഴികക്കല്ലാണ്, അതിന് സംശയമില്ല. പക്ഷേ ചെയ്യണം, നമ്മൾ ഈ ഒരു മൂഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ സ്വന്തം ആധ്യാത്മിക ജീവിതത്തിനാണെങ്കിലും നമ്മൾ 4 പേർക്ക് നമ്മൾ വഴികാട്ടുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം അവരുടെ ജീവിതത്തിൽ. അല്ലാണ്ട് നമ്മുടെ പ്രശ്നങ്ങള്, ആ പ്രശ്നം, ഈ പ്രശ്നം, അത് തന്നെ നമ്മുടെ മനസ്സിനകത്ത് കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ അടുത്ത ആൾക്കാർക്കും പകരുക. അപ്പൊ മൊത്തം ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും എല്ലായിടത്തും പകർന്നു പോവുക. അപ്പൊ നമ്മൾ സ്വയം ഒരു പോസിറ്റീവ് എനർജിയിൽ നമ്മളെ തന്നെ നിലനിർത്താനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും വേണ്ടി അത് നമ്മുടെ കയ്യിലാണ്. അത് അത്രയെങ്കിലും സ്വാർത്ഥത നമുക്ക് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഞാൻ വെറുതെ നെഗറ്റിവിറ്റിക്ക് ഞാൻ വഴങ്ങി കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു ഉറച്ച തീരുമാനം നമ്മൾ തന്നെ എടുക്കണം. പ്രഭുപാദ് ഇവിടെ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഗൗഡിയ മഠത്തിൽ സംഭവിച്ചത്. പക്ഷെ ആ സമയത്തൊന്നും പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് എനർജി, എന്റെ ഗുരുവിന് വേണ്ടി, ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി ഞാനിത് ചെയ്യണം എന്ന് പറയുന്ന ആ സമയത്ത് അത് ചെയ്ത് എടുക്കാൻ പ്രഭുപാദിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആശ കൈവിടേത് പ്രഭുപാദ് ഇരുന്നില്ലേ? അപ്പൊ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണല്ലോ നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതും ശരിയായ സത്സംഗം എടുക്കുന്നതും ഒക്കെ. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവും. നമ്മൾ ആരും ചെയ്യുന്നത് പെർഫെക്റ്റ് ആവണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ എവിടെ വെച്ചും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കുറവുകൾ എല്ലാറ്റിനും കണ്ടുപിടിക്കാം. അതൊരിക്കലും എന്താണ് 100% കുറ്റമറ്റതാവില്ല. ഈവൻ ശ്രീകൃഷ്ണ ഭഗവാനിൽ പോലും മറ്റെന്താണ് സ്യമന്തകമണിയുടെ ആ ഒരു സന്ദർഭത്തില് ഭഗവാന് പോലും പഴി ചാരി ആൾക്കാർ, കൃഷ്ണനെ വെറുതെ വിടുന്നില്ല. പിന്നെ നമ്മുടെ കാര്യമൊക്കെ അങ്ങനെയാണോ? സോ അതുകൊണ്ട് അതെന്തായാലും വരും. പക്ഷെ നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ വേണമെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ് നമുക്കൊരു പോസിറ്റീവായിട്ട് ജീവിക്കാം. അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, റൈറ്റ്? പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ടിരുന്ന ആ നെഗറ്റിവിറ്റിയെ അതിനർത്ഥം പ്രശ്നങ്ങൾ നമ്മൾ കണ്ണടയ്ക്കണം എന്നല്ല പ്രശ്നങ്ങളോട്. പക്ഷെ അതിൽ തന്നെ നിൽക്കരുത്, ആ ഒരു മൂഡിൽ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രഭുപാദിനോട് ചെയ്യുന്നൊരു നന്ദികേടല്ലേ അത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുക്കൾ. ഞങ്ങളിങ്ങനെ കുറെ ആൾക്കാർ കൂടിയിട്ട് ഒരു റീഡിങ് ഇങ്ങനെ പ്രഭാതരുടെ ബുക്കുകൾ, ശ്രീല പ്രഭാതരുടെ ബുക്കുകളെല്ലാം എടുത്തിട്ട് ഓരോ ബുക്സ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പില് ഇങ്ങനെ വായിച്ചു വരുമായിരുന്നു കഴിഞ്ഞു. ഇപ്പൊ അത് പക്ഷെ നിന്നു. ഒരു 3 വർഷം ഞങ്ങൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നു കുറച്ച് സമയം. അതുപോലെ വെളുപ്പിനെ എഴുന്നേറ്റ് 4 മണി ഫോറയും ഭാഗവതം എന്നും പറഞ്ഞ് 3-4 ശ്ലോകങ്ങളും അതിന്റെ പർപ്പോട്ടും അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ഒരു ദിവസം, ചിലപ്പം വലിയ ശ്ലോകമാണെങ്കിൽ ഒന്നുപോലും തീരില്ല, അരമണിക്കൂറേ എടുക്കുകയുള്ളൂ. അങ്ങനെ അത് വായിക്കുമായിരുന്നു. പിന്നെ ഈ ബുക്സ് എല്ലാം ഓരോ ബുക്സായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് വായിക്കുമ്പോൾ അതൊരു പ്രത്യേക അതെയാണ്. എല്ലാവരും അതിന്റെ വായിക്കാൻ എല്ലാവർക്കും ഒരു ഉത്സാഹവും ഉണ്ടായിരുന്നു. നല്ലതായിട്ട് വായിച്ചു വന്നു. പിന്നെ ഇപ്പൊ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പിലേക്കായി, ഓരോ ക്ലാസ്സായി. അപ്പൊ ക്ലാസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിപ്പോ അങ്ങ് നിന്നു.
അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. സന്തോഷം. സോ നമ്മള് നിന്നു പോകുന്നത് വലിയൊരു കാര്യമല്ല, അത് എല്ലായിടത്തും സംഭവിക്കുകയാണ്. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, എന്തിനാണ് ഞാൻ വീണ്ടും ഭഗവത്ഗീത പറയുന്നത്? കാരണം എന്തായിരുന്നു? ഭഗവാൻ കഷ്ടപ്പെട്ട് നേരത്തെ സൂര്യദേവനോടൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷെ ആ പരമ്പര നിന്നുപോയി. അപ്പൊ ഈ നിന്നുപോക്ക് ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, അത്ഭുതപ്പെടാനേ ഇല്ല. പ്രഭുപാദ് ഒരു പ്രാവശ്യം പറഞ്ഞു, ഡോണ്ട് ബി സർപ്രൈസ്ഡ് അബൌട്ട് ഹൂ ലീവ്സ്, ബി സർപ്രൈസ്ഡ് അബൌട്ട് ഹൂ സ്റ്റേസ് എന്ന് പറഞ്ഞു. റൈറ്റ്? വിട്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, ഭക്തന്മാര് വിട്ടുപോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, അത് ഭൗതിക ലോകമാണ്. ആരെങ്കിലും വർഷങ്ങളായിട്ട് അടിയും കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്നവര് അത് കണ്ട് നമ്മൾ അത്ഭുതപ്പെടണം. ശരിയല്ലേ? അങ്ങനെ എളുപ്പത്തിൽ നിൽക്കാൻ പറ്റില്ല. വളരെ നിൽക്കുകയാണെങ്കിൽ ശരി, വളരെ ശരിയാ. വിട്ടുപോകുന്ന എളുപ്പ വിദ്യ. ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണ പോലെയുള്ളൂ, വാട്സപ്പിൽ നിന്ന് പോകുന്നു, ഒറ്റ ക്ലിക്ക. ഓക്കെ, മുന്നോട്ട് പോയാലോ? ശ്ലോകം 9 വായിക്കാം. ആരാണ് വായിക്കുന്നത്? പേജ് 338, 338. ആരും ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 12, അദ്വൈത ഗദാധരന്മാരുടെ വിസ്തരണങ്ങൾ. ശ്ലോകം 9. കേഹത ആചാര്യ ആജ്ഞായ കേഹത സ്വതന്ത്ര സ്വമത കൽപ്പന കരേ ദൈവ പരതന്ത്ര. വിവർത്തനം ശീല പ്രഭാതിക്കുക. ശിഷ്യന്മാരിൽ ചിലർ ആചാര്യന്റെ ആജ്ഞ കർശനമായി സ്വീകരിച്ചു. മറ്റുള്ളവർ ദൈവീമായയുടെ വശീകരണത്താൽ വ്യതിചലിക്കുകയും സ്വതന്ത്രമായി സ്വാഭിപ്രായങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും ചെയ്യുകയുണ്ടായി. ഭാവാർത്ഥം ശീല പ്രഭാതിക്കുക. ഈ ശ്ലോകം ഭിന്നതയുടെ ആരംഭം വിവരിക്കുന്നു. ശിഷ്യന്മാർ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കണമെന്ന തത്വം സ്വീകരിക്കാതെ വരുമ്പോൾ തൽക്ഷണം 2 അഭിപ്രായങ്ങൾ ജനിക്കുന്നു. ആധ്യാത്മിക ഗുരുവിന്റെ അഭിപ്രായത്തിൽ നിന്നും ഭിന്നമായ ഏത് അഭിപ്രായവും പ്രയോജനരഹിതമാണ്. ആധ്യാത്മിക പുരോഗതിയിൽ ഭൗതിക സങ്കല്പത്തിന്റെ ആശയങ്ങൾ തിരുകി കയറ്റാനാവില്ല. അത് വ്യതിചലനമാണ്. ആധ്യാത്മിക പുരോഗതിയെ ഭൗതിക ആശയങ്ങൾക്ക് അനുസരിച്ച് മാറ്റി ക്രമീകരിക്കാൻ യാതൊരു വകയുമില്ല. ശ്ലോകം 10. ആചാര്യരമതയേ സേ മതസാര താന്ദ്ര ആജ്ഞാ ലംഘി ചലേസേത ആസര. വിവർത്തനം ശീല പ്രഭാതിക്ക്. ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ ആധ്യാത്മിക ജീവിതത്തിന്റെ സാരമാകുന്നു. ആധ്യാത്മിക ഗുരുവിനെ നിഷേധിക്കുന്ന ഏതൊരുവനും തൽക്ഷണം അസാരനാകുന്നു. ഭാവാർത്ഥം ശീല പ്രഭാതിക്ക്. ഇതാണ് ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ അഭിപ്രായം. ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞകൾ കർശനമായി പിന്തുടരുന്ന വ്യക്തി പരമോന്നതന്റെ ഇച്ഛ നിറവേറ്റാൻ ഉപകരിക്കുന്നവനാണ്. അതേസമയം ആധ്യാത്മിക ഗുരുവിന്റെ കർശനമായ ആജ്ഞയിൽ നിന്നും വ്യതിചലിക്കുന്ന വ്യക്തികൾ ഉപയോഗശൂന്യരാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു കാര്യം ഇതിൽ പറയുന്നത് വ്യക്തമാണ്. ഗുരുവിന്റെ ആജ്ഞ എന്താണ്? പാലിക്കുന്നവൻ പരമോന്നതന്റെ ഇച്ഛ നിറവേറ്റാൻ ഉപകരിക്കുന്നവനാണ്. അതേസമയം ആധ്യാത്മിക ഗുരുവിന്റെ കർശനമായ ആജ്ഞയിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യക്തികൾ ഉപയോഗശൂന്യരാണ്. സോ ചില ഭക്തന്മാർ ഇങ്ങനെ ഉണ്ടാവാം, എന്ന് വെച്ചാൽ അവർക്ക് ഗുരുവിന്റെ ആജ്ഞകൾ പാലിക്കണമെന്നുണ്ട്, പക്ഷെ സാഹചര്യവശാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഒരു ജനുവിനായ ഒരു കാരണം കൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലേ? അവർക്ക് ചെയ്യണ്ടെന്നോ പാലിക്കണ്ടെന്നോ ഉള്ളൊരു ഉദ്ദേശമില്ല. അവരുടെ മനസ്ഥിതി ഗുരുവിന്റെ ആജ്ഞ നിഷേധിക്കുന്ന ഒരു നിഷേധാത്മകമായ മനസ്ഥിതി അല്ല. പക്ഷെ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ആൾക്കാരുണ്ടാവാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ വഴിയുണ്ടോ? ഉണ്ട് പ്രഭു. ഞാൻ ഉദാഹരണമാണ്. അത് പ്രഭുവിന്റെ വിനയമാണ്.
പക്ഷേ അതുണ്ട് പ്രഭു. ഉം, കുറച്ചൊക്കെ ഈ നമ്മുടെ ഉം, വീടുകളിലും ഉണ്ട് അതൊക്കെ. ഹരേ കൃഷ്ണ. അല്ല, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പല പല കാരണങ്ങൾ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ? എനിക്ക് തുടർന്ന് വായിക്കാൻ പറ്റണ്ടേ പ്രഭു? എന്താണ്? ഹരേ കൃഷ്ണ. എനിക്ക് തുടർന്ന് വായിക്കാൻ പറ്റണില്ല, വേറെ ആരും. ഹരേ ഉം കൃഷ്ണ. അപ്പൊ നമുക്ക് സാധിക്കുന്നില്ല, പലതും കൊണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, വീട്ടിലെ സാഹചര്യമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, പല പല പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? ഉണ്ട് തീർച്ചയായും. പ്രഭു, അപ്പൊ തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ, ആ സിറ്റുവേഷനെ കണ്ടിട്ട് നമ്മൾ ഉടനെ പുറമേ മാത്രം ഒരാളെ വിലയിരുത്തി, ഓ ആ വ്യക്തി ഇത് ചെയ്യുന്നില്ല, സേവ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 16 മാല ജപിക്കുന്നില്ല, എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു ന്യായമായ ഒരു കാരണം ഉണ്ടായിരിക്കണം. അങ്ങനെ കാരണം ആദ്യം കണ്ടുപിടിച്ചിട്ട് മാത്രമേ, വെറുതെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ആ വ്യക്തിയെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത്, ഇല്ലേ? തീർച്ചയായും. വളരെ പ്രധാനമാണ്. നമ്മൾ ചുമ്മാ കണ്ണടച്ച ഒരാളെ മുദ്രകുത്തല്ല, ഇയാള് ഡിവോട്ടി, ഇയാള് നോൺ ഡിവോട്ടി, അത് ഇതെന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും നമ്മൾ ഈ മുദ്ര കുത്തുന്നത്, പ്രത്യേകിച്ച് ഡിവോട്ടി നോൺ ഡിവോട്ടി, ഇത് വലിയൊരു സംഭവമാണ്. ഞങ്ങളൊക്കെ ഡിവോട്ടി, ഞാനൊക്കെ ഡിവോട്ടി, വലിയ ഡിവോട്ടിയാണ്, മറ്റുള്ളവരൊക്കെ അയാൾ പോരാ, അദ്ദേഹം പോരാ, അത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തും. ആ വിലയിരുത്തൽ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ വിലയിരുത്തുന്നവൻ തെറ്റ് ചെയ്തു തുടങ്ങി. ചിലപ്പോൾ വലിയ ഡിവോട്ടി ആയിരിക്കാം. ഉദാഹരണത്തിന് പറയാറുണ്ട്, ചിലപ്പോൾ ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ്, അവർക്ക് ചെറുപ്പം മുതൽ ശീലം ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മംഗളാരത്തിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാര്യം എന്താ? അത് ശീലമാണ്, ചെറുപ്പം മുതൽ ശീലിച്ചതാണ്. മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി ലേറ്റ് ആയിട്ട് വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പൊ ആ കാരണം ചോദിച്ചറിയാതെ ഓ ഇയാൾ മംഗളാരത്തിക്ക് എഴുന്നേൽക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇത് നോൺ ഡിവോട്ടിയാണ്, അല്ലെങ്കിൽ ഇത് അപരാധിയാണ്, ഗുരുവിന്റെ ആജ്ഞകൾ പാലിക്കാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ മുദ്ര കുത്തുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിക്ക് ദോഷം ചെയ്യുകയാണ്. റൈറ്റ്? അങ്ങനെ എടുത്തു ചാടി നമ്മൾ ഓരോ വ്യക്തികളെ മുദ്ര കുത്തുകയും, അല്ലെങ്കിൽ എടുത്തു ചാടി ചില എന്താ പറയുക, ചില ആ, തീരുമാനങ്ങളിലേക്കോ ചില നിഗമനങ്ങളിലേക്കോ എത്തുകയും ചെയ്യുന്നത് ഒരു പരിശുദ്ധ ഭക്തന്റെ ലക്ഷണമല്ല. നമ്മളത് ചെയ്യരുത്. എന്തു തോന്നുന്നു? ഹരേ കൃഷ്ണ. തുടർന്ന് വായിക്കട്ടെ? അല്ല, അതിനു മുമ്പൊന്ന് ചോദിക്കുകയാണ്, എന്ത് തോന്നുന്നു ഇതിനെ കുറിച്ച്? ഹരേ കൃഷ്ണ പ്രഭു, വളരെ സത്യമാണ് പ്രഭു. പലർക്കും പല കാര്യങ്ങളും പറയാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. കൂടുതൽ വേണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അതുപോലെ സപ്പോർട്ട് ഇല്ലാണ്ട് വരുമ്പോൾ കുറച്ച് തളർച്ച വരും. അത് സ്വാഭാവികമാണ്. അത് ചിലർക്ക് പറയാൻ സാധിക്കും, ചിലർക്ക് പറയാൻ സാധിക്കില്ല. അത് പറയാൻ പറ്റിയൊരു അന്തരീക്ഷം നമ്മുടെ വൈഷ്ണവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അത് എന്തും എളിമയോടുകൂടി കേൾക്കാനും അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനും പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവരെ സമീപിക്കാൻ സാധിക്കുള്ളൂ. പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും. അപ്പൊ അത് ഇത്രയായിട്ട് ഇതൊക്കെ വായിക്കുമ്പോഴേ അറിയണം, നമ്മളൊന്നും അല്ല, ഞാനൊന്നും ഒന്നും അല്ല. പക്ഷെ ഇതുപോലൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുന്നു. ഭഗവാൻ നോക്കുന്നത് ആഗ്രഹത്തിനാണല്ലോ, അല്ലെ? നമ്മുടെ നേട്ടങ്ങളെയോ കോട്ടങ്ങളെയോ അല്ല ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ നോക്കുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത്. ഭാവഗ്രാഹി ജനാർദ്ദൻ. ജനാർദ്ദൻ. സോ എന്താണ് അതിൻ്റെ ഒരു ശ്ലോകമുണ്ട്, എന്താണ്? മൂർഖോ വദതി വിഷ്ണായ, എന്തോ പണ്ഡിതോ എന്താണ് വദതി വിഷ്ണവേ. വാസ്തവത്തിൽ വിഷ്ണുവിനെ എന്ന് പറയാൻ വിഷ്ണവേ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഒരു മൂർഖൻ ചിലപ്പോ ഭാഷ അറിയാതെ തെറ്റായിട്ട് വിഷ്ണായ എന്നൊക്കെ പറയും. ആ ശ്ലോകത്തിലാണ് വരുന്നത്. ഞാൻ ശ്ലോകം കംപ്ലീറ്റ്ലി നോക്കിയിടാം. അപ്പോ രണ്ടുപേരുടെയും ഭാവത്തിലാണ് എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകത്തിലാണ് വരുന്നത്, ഭാവഗ്രാഹി ജനാർദ്ദന. സോ അതുകൊണ്ട് ഒരു ഭഗവാനും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഒരു ഭക്തനും എന്താ പറയുക, ഇതിനൊക്കെയാണ് മധ്യമാധികാരി. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എന്തിനായി ചൈതന്യ ചരിതാമൃതം പഠിക്കുകയും നമ്മൾ ഈ ചർച്ചയൊക്കെ ചെയ്യുന്നത്?
വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊരു കനിഷ്ഠ മൂഡിൽ നിന്ന് ക്രമേണ ഒരു മധ്യമ നിലയിലെത്തണം. ഇല്ല, ഒരു മധ്യമ വൈഷ്ണവന്റെ നിലയിലെത്തണം. ഉത്തമൊക്കെ എന്താ പറയാ, അത് ഭഗവാന്റെ കാരുണ്യം. അത് എപ്പോ എത്തും എപ്പോ കിട്ടും എന്നൊക്കെ നമുക്കറിയില്ല, അത് ഭഗവാന്റെ കയ്യിൽ. പക്ഷെ നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണം. നമ്മൾ ഒരു പച്ചമാങ്ങ പോലെ പുളിച്ച മാങ്ങയായിട്ട് ഇരിക്കരുത്. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് പക്വത, പഴുത്തു വരണം നമ്മൾ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ പയ്യെ പയ്യെ ശരിയാക്കും, ഇല്ലേ? എന്നാലേ നമുക്കും നല്ലതുണ്ടാവുള്ളൂ. എന്നാലേ അങ്ങനെയുള്ള ഭക്തന്മാര് ചേർന്നൊരു പ്രസ്ഥാനം, അങ്ങനെ ഒരു ഇസ്കോൺ ഉണ്ടായാലേ മറ്റു വ്യക്തികൾക്ക് അങ്ങനെയുള്ള ഒരു ഇസ്കോൺ ആയിരിക്കും അതൊരു ആശ്രയമായിരിക്കുക, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ആശ്രയം കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ശ്ലോകം 11. അസാരേരാ നാമേ ഇഹാൻ നാഹി പ്രയോജന ഭേദ ജാനി ഭാരേ കരി ഏകത്ര ഗണന. വിവർത്തനം ശീല പ്രഭാതിക്കുക. പ്രയോജനശൂന്യരുടെ പേരുകൾ പറയേണ്ട ആവശ്യമില്ല. പ്രയോജനമുള്ള ഭക്തന്മാരിൽ നിന്നും അവരെ വേർതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരെ ഞാൻ പ്രതിപാദിച്ചത്. ഹരേ കൃഷ്ണ. ശ്ലോകം 12. ധ്യാനരാശി മാപേ യൈച്ഛേ പാത്ന സഹിതേ പശ്ചാത്തേ പാത്ന ഉഠായ. വിവർത്തനം ചെയ്ത പ്രഭാതിക്കുക. നെല്ല് ആദ്യം വൈക്കോലായി കൂടിക്കലർന്നിരിക്കും. വൈക്കോലിൽ നിന്നും നെല്ലിനെ വേർതിരിക്കാൻ അത് പാറ്റി സംസ്കരിക്കണം. ഭാവാർത്ഥം ചെയ്ത പ്രഭാതിക്കുക. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നൽകുന്ന ഈ ഉദാഹരണം തികച്ചും അനുയോജ്യമാണ്. ഗൗഡീയ മഠങ്ങളുടെ കാര്യത്തിൽ ഇത്തരമൊരു പ്രക്രിയ ഉപയോഗപ്രദമാകും. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് ധാരാളം ശിഷ്യന്മാരുണ്ട്. സാരവത്തായവരെ അസാരന്മാരിൽ നിന്നും വേർതിരിച്ച് യഥാർത്ഥ ശിഷ്യരാണെന്ന് നിർണയിക്കാനായി അവർ ഗുരുവിന്റെ ഇച്ഛ നിറവേറ്റുന്നതിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തണം. ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായം ഭാരതത്തിന് പുറത്തുള്ള രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കാൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. അദ്ദേഹം ഭൂമുഖത്തുണ്ടായിരുന്നപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിനായി ശിഷ്യന്മാരെ വിദേശത്തേക്ക് അയക്കുകയും ധനസഹായം ഉൾപ്പെടെയുള്ള എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്തു. എന്നാലും അവർ വിജയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തെ വിദേശ രാജ്യങ്ങളിൽ പ്രചാരം ചെയ്യുന്നതിനെ കുറിച്ച് അവർ മനസ്സുകൊണ്ട് ഗൗരവമുള്ളവരായിരുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ പോയവരെന്ന ബഹുമതി നേടുവാനും വിദേശ പ്രചാരകർ എന്ന അംഗീകാരം ഉപയോഗപ്പെടുത്തി ഭാരതത്തിൽ തങ്ങളെ സ്വയം വിളംബരപ്പെടുത്താനും അവർ ആഗ്രഹിച്ചു. കഴിഞ്ഞ 80 വർഷങ്ങളിലേറെയായി പല സ്വാമിമാരും ഇത്തരം ആത്മാർത്ഥയില്ലാത്ത പ്രചാരണ മാർഗങ്ങൾ കൈക്കൊള്ളുന്നതായി കാണാം. എന്നാൽ കൃഷ്ണാബോധം യഥാർത്ഥമായി ലോകത്തിൽ ഉടനീളം പ്രചരിപ്പിക്കാൻ അവരിൽ ആർക്കും കഴിഞ്ഞില്ല. അവർ വെറുതെ ഭാരതത്തിലേക്ക് മടങ്ങി വരികയും സകല വിദേശികളെയും തങ്ങൾ വേദാന്തത്തിന്റെ ആശയത്തിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണാബോധത്തിലേക്ക് പരിവർത്തിപ്പിച്ചെന്ന് വ്യാജമായി വിളംബരം ചെയ്യുകയും അതുവഴി ഭാരതത്തിൽ ധനം സമാഹരിക്കുകയും ഭൗതിക സുഖങ്ങളോടുകൂടിയ സംതൃപ്തരായ ജീവിതം നയിക്കുകയുമാണ് ചെയ്തത്. ഉപയോഗശൂന്യമായ വൈക്കോലിൽ നിന്നും ശരിക്കുള്ള നെല്ലിനെ വേർതിരിച്ചെടുക്കാൻ അതിനെ പാറ്റിയെടുക്കേണ്ടതുണ്ട്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശുപാർശ ചെയ്യുന്ന ഈ മാനദണ്ഡം സ്വീകരിച്ചാൽ നിർവാജ്യനായ ലോക പ്രചാരകനെയും അസാരന്മാരെയും നമുക്ക് നിഷ്പ്രയാസം വേർതിരിച്ചറിയാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദിക്ക് ഒന്നും പറയേണ്ടതില്ല ഈ ഭാവാർത്ഥത്തിനെ കുറിച്ച്. നെല്ലും പതിരും എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അതുപോലെ പ്രഭുപാദ് എഴുതി വെച്ചിട്ടുണ്ട്. പ്രഭുപാദ് തന്റെ പേര് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അതേസമയം വിനയം കൊണ്ട് ഞാനാണത് ചെയ്തത്, അത് വാസ്തവമാണെങ്കിൽ പോലും പ്രഭുപാദ് അത് വിനയം കൊണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം നമ്മൾ എന്താണോ അറിയേണ്ടത് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. വേറെന്തൊക്കെ തോന്നുന്നത്? ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് പർപ്പോർട്ട്സ് ആണ്.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അതായത് നമ്മളൊരു ടീച്ചർ ആവണം, അല്ലെങ്കിൽ നമ്മളൊരു ഭഗവാന്റെ ഇതിനെ മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സെൽഫ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ പാടില്ല, അല്ലെ? അതല്ലേ പ്രഭുപാദയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രഭുപാദയുടെ ഗുരു എന്ത് പറഞ്ഞു? ഹരേ കൃഷ്ണ. കേൾക്കണ്ടോ പ്രഭു? ഇപ്പൊ കേൾക്കാം കുറച്ച് മാതാജി. കേൾക്കാം. ഉം. അല്ലെ? കേട്ടിരുന്നോ ഞാൻ പറഞ്ഞത്? കേട്ടു കേട്ടു. ഒരുവിധം. ഉം. പറഞ്ഞോളൂ മാതാജി. അതായത് പ്രഭുപാദ നമ്മളെ ഒരു പ്രീച്ചർ എന്ന് പറഞ്ഞാൽ പറയേണ്ടത് മാത്രമല്ല, ലൈഫ് സ്റ്റൈലിൽ നിന്നും കൂടെയാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കൽ പ്രഭു പറഞ്ഞു തരുന്നുണ്ടായി. നമ്മളാണ് കാണിച്ചു കൊടുക്കുക. ഇതിപ്പോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണത്, അതും പ്രീച്ചിങ്ങിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ പ്രഭുപാദ നമുക്ക് അതാണ് കാണിച്ചു തന്നെ. പ്രായമായാലും നമ്മുടെ ആ മനസ്സായാലും, അതായത് ഗുരുവിന് വേണ്ടിയിട്ടും സ്വയമായിട്ട് പ്രഭുപാദ ആ ഒരു ഡെഡിക്കേഷനാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു കൃഷ്ണാവബോധം കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായത്, അല്ലെ? അപ്പോ അതാണ് നമ്മള് പ്രഭുപാദയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്. ആ അതെ. പ്രഭുപാദയുടെ ഒരു എന്താ പറയാ, എനിക്കത് എങ്ങനെ പറയണ്ടേന്ന് മനസ്സിലാവില്ലേ. ഗുരു എന്ത് പറയണോ അത് ചെയ്തു എന്നല്ലാണ്ട് അത് ഞാനാണ് ചെയ്തതെന്ന് പ്രഭുപാദ ചിന്തിക്കണില്ലേ. അതാണ് പ്രഭുപാദ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും, അല്ലെ? അല്ല, എന്നുമല്ല. ഉം. അതിൽ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസമുണ്ട്. നമ്മള് ഉം. ഭഗവത്ഗീതയുടെ തുടക്കം എന്തായാലും പറയുക, നമ്മുടെ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ആമുഖമാണോ അതോ ഫോർവേഡ് എന്തായാലും പറയുക? ആമുഖം ആമുഖം. അല്ല, പ്രെഫസ് ആണ്. പ്രെഫസിലാണ്. അതില് രണ്ടാമത്തെ എന്താ പറയുക, രണ്ടാമത്തെയും മൂന്നാമത്തെയും പാരഗ്രാഫ് അതിൽ പറയുന്നുണ്ട്. നമ്മൾ ഭഗവത്ഗീത ആദ്യം എടുത്ത് നോക്കിയാൽ പ്രെഫസ് എന്താണ്? ആമുഖമാണോ? അവതാരികയാണ്. മുഖവുര അല്ല, അവതാരികയല്ല. അതിനു മുൻപ് ആദ്യം അതിനു മുൻപ് ആദ്യം എന്നത് ആമുഖം അല്ലേ? ആമുഖമായിരിക്കും. ഞാൻ ഉള്ളടക്കം കഴിഞ്ഞാൽ പിന്നെ ആമുഖം. ഓക്കെ. ഇംഗ്ലീഷിൽ എന്തോ വ്യത്യാസമുണ്ട്. ഞാൻ മലയാളം ഇപ്പൊ എന്റെ കയ്യിൽ. ഓക്കെ. അപ്പൊ അതിനകത്ത് അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ അവസാനം നോക്കിയാല് ഇവിടെ പറയുന്നുണ്ട്. അതായത് ചിലവർ പറയുന്നു, ഞാൻ ഇംഗ്ലീഷാണ് വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മലയാളം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പൊ ചില പറഞ്ഞു, അമേരിക്കയുടെ സൗഭാഗ്യമാണ് ഞാൻ കൃഷ്ണോബോധ പ്രസ്ഥാനം അമേരിക്കയിൽ ആരംഭിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഏകദേശം. പക്ഷെ വാസ്തവത്തിൽ ഇതിന്റെ ആദിമ പിതാവ് ഈ പ്രസ്ഥാനത്തിന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഇംഗ്ലീഷിൽ കണ്ടു അത്. ഇംഗ്ലീഷിൽ കണ്ടു. ഓക്കെ. പിന്നെ പറയുന്നു, if I have any credit in this connection, it does not belong to me personally. മലയാളത്തിലും കിട്ടി. ഓക്കെ. അപ്പോ വിഷ്ണുപ്രിയ മാതാജി ചോദിച്ചതിന്റെ ഉത്തരം, ഒരു ഭാഗത്ത് പറയുന്നു എനിക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് എന്റേതല്ല, പക്ഷെ എന്റെ ഗുരുവിൻ്റെതാണെന്ന് പ്രഭുപാദ എഴുതുന്നു. ഇല്ല, പക്ഷെ അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫിന്റെ ആദ്യത്തെ ലൈൻ വായിച്ചു നോക്കൂ. അവിടെ പ്രഭുപാദ ഒരു ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. യാതൊരു കലർപ്പും ഇല്ലാതെ ഭഗവത്ഗീത യഥാരൂപം അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംഭാവന. മനസ്സിലായില്ല? അപ്പോ ക്രെഡിറ്റ് ഒരു യഥാർത്ഥ വൈഷ്ണവൻ ആ ക്രെഡിറ്റ് ഒക്കെ അദ്ദേഹത്തിന്റെ ഗുരുവിന് കൊടുക്കുകയും ചെയ്യും, മാതാജി പറഞ്ഞതുപോലെ. പക്ഷെ അത് മാത്രമല്ല, ആ വ്യക്തി ചെയ്തതിനുള്ള ക്രെഡിറ്റ് ആ വ്യക്തി എടുക്കുന്നതിന് തെറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ പ്രഭുപാദ് ഇതാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ വാക്കുകൾ മാറ്റം കൂടാതെ. പക്ഷെ അതേസമയം ഗുരു പറഞ്ഞ അതേ വാക്കുകളല്ല പറഞ്ഞത്. പ്രഭുപാദ് അതിനെ മനസ്സിലാക്കി സ്വന്തം എന്താ പറയാ വാണിയിലാണ് അത് അവതരിപ്പിച്ചത്, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഗുരുവും ശിഷ്യനും, ഒരു ഗുരു പാട്ട് പഠിപ്പിക്കുന്നു, ഇതുപോലെ ആയിരിക്കണം. ഇതൊരു നല്ലൊരു ഉദാഹരണമായിരിക്കും. ഒരു ആധ്യാത്മികല്ല, ഒരു സംഗീത എന്താ പറയുക അധ്യാപകൻ പാട്ട് പഠിപ്പിക്കും. ഒരു സംഗീത വിദ്വാൻ ഒരു പാട്ട് പഠിപ്പിക്കുന്നു കുട്ടികളെ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നു? ആ ഗുരു പറഞ്ഞതുപോലെ കേട്ട്, ഗുരു അങ്ങനെയല്ല, ഇങ്ങനെ പാടണം, ഇവിടെ നീട്ടി പാടണം, ഇവിടെ വലിച്ചു പാടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഗുരു പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും? ഗുരു പറയുന്നത് പോലെ കേൾക്കും. ശരിയാണോ?
യെസ്. അതെ. അങ്ങനെ കേട്ടാലേ പാട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. ഉം. പക്ഷെ അതേസമയം കുറച്ച് കാലം കഴിഞ്ഞ പാട്ടൊക്കെ ഒന്ന് പഠിച്ച് ഒരു പരിചയമാവുമ്പോൾ ഒരു ആ കുട്ടിക്ക് സ്വയം ഒരു ഇരുത്തം വരണമല്ലോ, അല്ലെ? അതെ. അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ചാല് ആ ഗുരുവിനോട് അപ്പോഴും എന്താ പറയാ, ഒരു കൂറുണ്ടാവും. ആ ഗുരുവിനോടൊരു വിനയഭാവം ഉണ്ടാവും. കാര്യം പഠിച്ചത് ഗുരുവിൽ നിന്നാണ്, ശരിയല്ലേ? പക്ഷെ എന്നാലും ആ കുട്ടിക്ക് തനതായ ഒരു സംഗീത ശൈലി ഉണ്ടാവണോ വേണ്ടയോ? തീർച്ചയായും ഉണ്ടാവും. അല്ലേ? അപ്പൊ അത് ഗുരുവിന്റെയും കൂടി വിജയമാണ്. അതായത് ഗുരു പറഞ്ഞനുസരിച്ച് അതേപടി ആ ശിഷ്യൻ പഠിക്കുന്നു. പക്ഷെ അതേസമയം ആ ശിഷ്യന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ, ഒരുവിധം മനസ്സിലാവുമ്പോൾ, ഗുരുവിനോട് പിന്നെയും വിനയഭാവം ആ ശിഷ്യൻ നിലനിർത്തും. വീണ്ടും ഗുരു എന്തെങ്കിലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ കേൾക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം. കാര്യം ഗുരുവാണ് എപ്പോഴും മുകളിൽ, ഞാൻ ചെറുതാണെന്നുള്ള ഭാവം എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷെ അതിനർത്ഥം ആ ശിഷ്യന് സ്വന്തമായിട്ടൊരു ശൈലിയും സ്വന്തമായിട്ടൊരു വ്യക്തിമുദ്രയും സ്വന്തമായ ഒരു അവതരണ ശൈലിയും ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നു? അപ്പൊ നമ്മൾ ചില കൂട്ടിച്ചേർക്കാം, ചില Yes. സംഗതികൾ കൂട്ടിച്ചേർക്കാം. ചില സംഗതികൾ കൂട്ടിച്ചേർക്കാമെന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ശിഷ്യന് അത്രയും പ്രാവീണ്യം വരുമ്പോൾ അതിന് ഇംപ്രവൈസ് ചെയ്യും. പക്ഷെ നന്നായിട്ട് ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പുതുമയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും സംഗീതത്തിന്റെ പരിധിക്ക് പുറത്തു പോവാതെ ആ വ്യക്തിക്ക് പക്വത ഉണ്ടായിരിക്കും, അല്ലെ? ആ പക്വത വരുമ്പോൾ മാത്രമേ എന്താ പറയാ, ആ അതിർവരുമ്പുകൾ കടന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുനിയാവൂ. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിതിന് മാറ്റുകയല്ല, ഉള്ളതിനെ ഞാൻ നശിപ്പിക്കുകയല്ല, ഉള്ളതിനെ ഞാൻ വികസിപ്പിക്കുകയാണെന്നുള്ളത്, അതിന് പക്വത വേണം, അതിന് ഗുരുത്വം വേണം, അതിന് ഭഗവാന്റെ കാരുണ്യം വേണം, ഇല്ലേ? പ്രഭുപാദിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, ഇത് എപ്പോഴും ഭക്തി വിനോദ് മഹാരാജ് പറയുന്ന ഒരു ഉദാഹരണമാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, താങ്കൾക്ക് ധനം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ബുക്ക് പ്രിന്റ് ചെയ്യാൻ. ബുക്ക് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാൻ പറഞ്ഞു. ഒരു ശിഷ്യന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഗുരു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് പൈസ കിട്ടുന്നു. നമ്മൾ ആരുടെ പുസ്തകമാണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഗുരുവിന്റെ പുസ്തകങ്ങളാണ് പ്രിന്റ് ചെയ്യേണ്ടത്, ശരിയല്ലേ? യെസ്. പക്ഷെ പ്രഭുപാദ് എന്ത് ചെയ്തു? സ്വന്തം പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തു. ഇത് ഗുരുത്വമാണോ? യെസ്, ഇത് ഗുരുത്വമാണ്. എങ്ങനെ അപ്പൊ പറയാൻ കഴിയും? ശ്രീമദ് ഭാഗവതത്തില് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണോണ്ട് പറയാം, അതിനകത്ത് വ്യക്തിഗത സാക്ഷാത്കാരത്തിനെ ഡിഫൈൻ ചെയ്യുന്നിടത്ത് 4 കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞ സംഗീതമായിട്ട് പ്രഭു പറഞ്ഞ അതേ കാര്യം. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് ഞാൻ പറയാം. അതായത് ഒന്ന്, നമ്മുടെ ആചാര്യന്മാരിൽ അല്ലെങ്കിൽ ഗുരു പരമ്പര പൂർവ്വ ആചാര്യന്മാരിൽ നമുക്ക് എപ്പോഴും പൂർണ്ണ വിശ്വാസം നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പോയിന്റ് 1. രണ്ടാമത്, നമ്മുടെ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്, ഒരു പുതിയതായി, അതായത് ഇതിലില്ലാത്തൊരർത്ഥം തിരികെ കയറ്റരുത്. ആ വാക്ക് തന്നെ അവിടെ യൂസ് ചെയ്തു. പിന്നെ 4മത്തെ കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ചൊരു നമുക്കൊരു സാക്ഷാത്കാരം ഉണ്ടായിരിക്കും, നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കും. ഈ 4 കാര്യങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഏത് സാഹചര്യം അനുസരിച്ച് ഉചിതമായ രീതിയിൽ നമുക്ക് ആ ശ്രോതാവിന് അല്ലെങ്കിൽ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് അവർക്ക് ഉതകുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എന്തും മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന് തെളിവാണത്. അപ്പോ നമ്മൾ അവിടെ പ്രഭാതത്തിന് ഒരു ഇതിലും ഡീവിയേറ്റ് ചെയ്യുന്നില്ല. അതിനെ നിലനിർത്തിക്കൊണ്ട് ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണ്ടി ഇത് വേണം എന്നുള്ള രീതിയിൽ അത് കൊടുക്കുന്നു. അപ്പൊ അതില് ഒരിക്കലും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. ഹരേ കൃഷ്ണ, എന്നാണ് എന്റെ അഭിപ്രായം. ഹരേ കൃഷ്ണ. യെസ്, ഇത് തന്നെയാണ് ഒരു കാര്യം. അപ്പോ വാസ്തവത്തില് ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഗുരുവിനെ കോപ്പി അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ചുമ്മാ കണ്ണടച്ച് എന്താണ് ഈച്ച കോപ്പി എന്ന് പറയുമല്ലോ. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഗുരു പറഞ്ഞത് അതേപടി നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും കറക്റ്റാണ്. കാര്യം അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റില്ല, അതങ്ങനെ തന്നെ പറയുക. പക്ഷെ അതേസമയം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഗുരുവിന്റെ നിർദ്ദേശത്തെ അപ്ലൈ ചെയ്യാം. അതിനെ നമ്മൾ
എങ്ങനെ പറയാ, അതിന് നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ബുദ്ധിയും ഗുരുവാണ് തരുന്നത്, അതിനുള്ള ബുദ്ധിയും ഭഗവാനാണ് തരുന്നത്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ. അപ്പൊ അതിനൊരു നമ്മൾ കഥ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗുരുവിന്റെയും ശിഷ്യന്റെയും കഥ ഓർമ്മയുണ്ടോ? ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു കുതിരപ്പുറത്ത് പോണത്. കുതിരവണ്ടിയിൽ കുതിരപ്പുറത്ത് പോകുന്ന ഒരു കഥ ഓർമ്മയുണ്ടോ? ആൾക്കാര് പറയണയാണോ വെയിറ്റ് ഇങ്ങനെ? അല്ല, അതല്ല. അതല്ല, അത് കഴുതയെ കൊണ്ടുപോകുന്നത്. അല്ല, അത് കഴുതയുടെ. പക്ഷെ ഇത് കഴുതയുടെ. ഗുരുവും ശിഷ്യനും ഒരു കുതിരപ്പുറത്ത് പോകുമ്പോ നരോത്തം പ്രഭു എന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഹിന്റ് തന്നില്ല, അത് മതി പ്രഭു. അതിനപ്പുറം ചോദിക്കരുത്. അതെ അതെ. അപ്പൊ ഗുരുവും ശിഷ്യനും കൂടി കുതിരപ്പുറത്ത് പോകുന്നു. കുതിര വണ്ടിയിൽ പോവുകയാണ്. അപ്പോഴേക്കും ഗുരുവിന്റെ ഉത്തരീയം കാറ്റിൽ പറന്നു വീണു. അപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഗുരുവിന് ബോധം ഉണ്ടായത്. ഓ, എന്റെ ഉത്തരീയം താഴെ വീണല്ലോ. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഞാനത് കണ്ടുവല്ലോ, അത് നമ്മളാ തിരിഞ്ഞ വളവില്ല അവിടേക്ക്, ആ ഭാഗത്തേക്ക് വീണു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എടാ ശിഷ്യ, നീ എന്താണ് നീ ഇത് എടുക്കാത്തത്? വണ്ടി നിർത്തി എടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഗുരു വണ്ടി നിർത്താൻ അങ്ങ് ആജ്ഞാപിച്ചില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല എന്ന് പറയും. അപ്പൊ പറയും, ദൈവമേ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് ഗുരു എന്തു പറയും, ഇനി എന്ത് വീണാലും എടുക്കണം എന്ന് പറയും. അപ്പൊ അടുത്ത് എന്ത് സംഭവിച്ചു? ഇല്ലേ, പശുവിന്റെ ചാണകം ഓക്കെയാണ്, കുതിരയുടെ എങ്ങനെയാന്ന് അറിയില്ല. കുതിര അത് താഴെ ഇട്ടപ്പോ അതെടുത്ത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചു. ഗുരുവിന് എന്തോ ഒരു എന്താണ്, ആകാശത്തിൽ എന്താ പറയാ, വായുവിൽ എന്തോ ഒരു എന്താ പറയാ, അസ്വാസ്ഥ്യം തോന്നി. ഒരു എന്തോ ഒരു പന്തികേട് തോന്നിയ സമയത്ത് എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പോയി പറഞ്ഞു വിടും. അപ്പൊ ഈ ശിഷ്യൻ വിചാരിക്കുകയാണ്, ഇതെന്താണിത്? ആദ്യം പറഞ്ഞു എന്ത് വീണാലും എടുക്കണം, ഇപ്പൊ പറഞ്ഞു ഇത് വീണത് എടുത്തതിന് അതിന് രണ്ടിനും വഴക്ക് കിട്ടുന്നില്ല, ഈ ഗുരുവിന് എന്താ വട്ടാണോ എന്ന് പറഞ്ഞ് ശിഷ്യൻ ആലോചിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഗുരു പറഞ്ഞു, ശരി, നിന്നെ പഠിപ്പിക്കാൻ ഒരു വഴിയുള്ളൂ, ഒരു പേപ്പറും പേനയും എടുക്കുക പറഞ്ഞിട്ട് ഈ വണ്ടിയിലുള്ള ഓരോ സാധനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വീണാൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ എടുക്കരുത് എന്ന് പറഞ്ഞു. ശരി ഗുരു എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അവസാനം എന്തായി? നാലാമത്തെ അവസാനത്തെ ഭാഗം, കുതിര വെകിളി പിടിച്ച് ഏതോ ഒരു ചാടിയ സമയത്ത് ഗുരു വണ്ടിയിൽ നിന്ന് താഴെ വീണു. ഇയാള് വണ്ടിയും കൊണ്ട് ലിസ്റ്റിൽ ഗുരു എഴുതാൻ മറന്നുപോയി. ഇത് ആരുടെ തെറ്റ്? ഗുരുവിന്റെ തെറ്റല്ലേ? സോ അങ്ങനെ ഒരു ശിഷ്യനാവുന്നതും അല്ല ഇവിടെ പറയുന്നത്, അല്ലേ? അതിനർത്ഥം ഗുരുവിന്റെ വാക്കുകള് എന്താണ്, അതിനോട് അവജ്ഞ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ മറ്റൊന്നായി വ്യാഖ്യാനിക്കുക, അങ്ങനെയല്ല. റൈറ്റ് പ്രഭു? എന്താണ്? ഓക്കെ. സോ അതുകൊണ്ട് ഇവിടെ പറയുന്നില്ലേ, നെല്ലും വൈക്കോലും നെല്ലും പതിരും എന്ന് പറയുന്ന പോലെ, നെല്ലുണ്ടെങ്കിലേ നമുക്ക് കഴിച്ചിട്ട് അതിൽ നിന്ന് എനർജി, നമുക്ക് ശരീരത്തിന് പോഷകം കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ പതിര് മാത്രമായാലും ഉമ്മി മാത്രമായാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ശരിക്കും ഡീപ്പായിട്ട് മനസ്സിലാക്കാതെ, അതിനു വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥത ഇല്ലാതെ ആരായാലും, ഞാനായാലും ആരായാലും ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പതിര് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അത് നെല്ല് പോലെ തോന്നും, അല്ലേ? ചിലപ്പോ അകത്ത് നെല്ലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ ഈ പതിര് കണ്ടു കഴിഞ്ഞാൽ? അറിയില്ല. അപ്പൊ പുറത്ത് കാണുമ്പോഴേക്കും ഇത് നെല്ലാണല്ലോ, നമുക്ക് ഇത്രയും നെല്ലുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും കാണുമ്പോൾ, അല്ലേ? ശരി, 2 നേരത്തേക്കുള്ള 4 പേർക്കുള്ള ചോറിനുള്ള വകയായി എന്ന് വിചാരിക്കും. പക്ഷേ അത് ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് എന്ന് പറയുന്നത് പോലെ. ചിലപ്പോ എനിക്കും ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ഈ പുറന്തോട് പോലെ പുറമേ എനിക്കൊരു നെറ്റിയിൽ തിലകമിടാൻ എനിക്ക് എളുപ്പമാണ്, ഇല്ലേ? പുറമേ ഒരു കണ്ടിമാല അണിയാനും, പുറമേ ഒരു കുർത്തയോ സാരിയോ വോട്ടെവർ ഗോപി ഡ്രസ്സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടിട്ട് നടക്കാൻ നമുക്ക് എളുപ്പമാണ്. അത് വേണ്ടെന്നല്ല പറയുന്നത്, അത് വേണം. പക്ഷേ അകമേ ഉള്ളതാണ് പ്രധാനം, റൈറ്റ്? അതുകൊണ്ട് പ്രഭുപാദ ഈ പ്രസ്ഥാനത്തിനെ അസാരമാവാതിരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്.
ഈ പുസ്തകങ്ങൾ രാവോട് രാവിരുന്ന് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയതും അതിനു വേണ്ടിയാണ്. പ്രഭുപാദ് പറഞ്ഞു, എൻ്റെ ഒരു കംപ്ലൈന്റ് എൻ്റെ ഭക്തന്മാരെ കുറിച്ച്, എൻ്റെ ഡിവോട്ടീസ് ഇസ്കോൺ ഭക്തന്മാരോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടവനാണ്. പ്രഭുപാദ് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമാണ് ഈ ഭക്തന്മാരെ പറ്റി. ഒരു വിഷയത്തിൽ മാത്രമേ സന്തോഷക്കുറവുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ്? എൻ്റെ ഭക്തന്മാരെല്ലാവരും പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു. അതിലല്ല സന്തോഷക്കുറവ്. എന്തിനാണ് സന്തോഷക്കുറവ്? ബുക്ക് വായിക്കുന്നില്ല. ബുക്ക് വായിക്കുന്നില്ല, മാത്രമല്ല വായിച്ചത് ചർച്ച ചെയ്യുന്നില്ല, വായിച്ചത് ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നില്ല, വായിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നില്ല. വായിച്ച് അത് മനസ്സിലാക്കി ചർച്ച ചെയ്ത് ജീവിതത്തിൽ പകർത്തുമ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല. അതിലാണ് എനിക്ക് ദുഃഖം എന്ന് പ്രഭുപാദ് പറയുന്നു. റൈറ്റ്? അതുകൊണ്ട് പ്രഭുപാദിന് ദുഃഖം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളാണത് ചെയ്യേണ്ടത്. എല്ലാം ചെയ്യണം, പുസ്തക വിതരണം ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെ ഇതിന്റെ ഈ മൊത്തം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിനെ നമ്മളൊരു നെൽവയലായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടല്ലോ. ഒരു നെൽവയലിനെ നോക്കി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ശ്യാം പ്രഭു ഇല്ലാണ്ട് പോയി. അതുപോലെ മറ്റ് കൃഷിയിടത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഭക്തന്മാരല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും അതിനെ കുറിച്ച്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നെൽവയലിനെ സംരക്ഷിക്കാൻ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യണം. ഒരു പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും സേവ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന നെല്ലെന്ന് പറയുന്നത് ആ കൃഷ്ണ അവബോധമാണ്. അത് പ്രഭുപാദിന്റെ പുസ്തകങ്ങളിലാണ് ഉള്ളത്. അത് നമ്മൾ ചർച്ച ചെയ്യാൻ അതിന് നമുക്ക് സമയം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ബാക്കി എല്ലാം ചെയ്തിട്ട് വിളവ് അവിടെ വയലിൽ നമ്മൾ ഇട്ടിട്ട് വരുന്ന പോലെയാണ്. വിളവെടുത്ത് വീട്ടിൽ കൊണ്ടുവരണ്ടേ? അത് നമ്മൾ ചെയ്യും. ഹരേ കൃഷ്ണ. രണ്ട് കാര്യങ്ങൾ കൂടി. 341 പേജില് പ്രഭുപാദ് പറയുന്നത്, കഴിഞ്ഞ 80 വർഷങ്ങളിലേറെയായി പല സ്വാമിമാരും ഇത്തരം ആത്മാർത്ഥതയില്ലാത്ത പ്രചാരണ മാർഗങ്ങൾ കൈക്കൊള്ളുന്നതായി കാണാം. പ്രഭുപാദ് ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ഒരാളെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ. ആരെന്നറിയാമോ? ഇവിടെ ഡിവോട്ടീസ് മാത്രം ആയതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അമേരിക്കയിൽ പോയി ഒരു വലിയ പ്രഭാഷണം നടത്തി. എന്നിട്ട് ഒരു അമേരിക്കൻ സ്ത്രീ എങ്ങാണ്ടോ അവർ കുറച്ച് താല്പര്യപ്പെട്ടു. വേറെ ആർക്കും പ്രഭാഷണം ഇന്നും ആൾക്കാർ കൊട്ടിഘോഷിക്കുന്നുണ്ട്, അത്ര വലിയ കാര്യമാണെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ പോയിട്ട് ഭാരതത്തിന്റെ യശസ് വാനം നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ചിന്മയ സ്വാമിയാണോ പ്രഭു? സ്വാമി വിവേകാനന്ദൻ. ചിന്മയ സ്വാമി, റൈറ്റ്? സ്വാമി വിവേകാനന്ദന്റെ 1893 എന്നുള്ളത് 1893 ആണ്ടിലുള്ള ഷിക്കാഗോയിലുള്ള ലോക മത പാർലമെന്റിൽ ലോക മതങ്ങളുടെ ഒരു വലിയ സമുച്ചയം ഉണ്ടായി ഷിക്കാഗോയിൽ. അതെ. അപ്പൊ അതിൽ പോയി അദ്ദേഹം സംസാരിച്ചു. നല്ല കാര്യം തന്നെ, അതിനോട് നമുക്ക് എതിർപ്പില്ല. പക്ഷെ അത് കാരണം ആൾക്കാരുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടായോ? ഇല്ല. റൈറ്റ്? അവിടെയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞത് അല്ലേ ആദ്യം? അതെ, ഇതിന് ഭയങ്കര പ്രചാരവും കിട്ടി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നല്ല പറഞ്ഞേ. അമൃത സഹോദരന്മാര്, അങ്ങനെ. അതായത് എല്ലാവരിലും അമൃതത്വമുള്ള, അങ്ങനെയാണ്. അതെ. സോ വാട്ട് എവർ എന്ന് വെച്ചാൽ അദ്ദേഹം സംസാരിച്ചു, നല്ല കാര്യം. ഭാരതത്തെ പ്രതിനിധീകരിച്ചു, അതും നല്ല കാര്യം. അതേസമയം ഇവിടെ പ്രഭുപാദ് എന്താ പറയുന്നത്? എവിടെയോ ഹൃദയത്തിന്റെ ഏതോ ഒരു കോണില് ഇതിൽ പറയുന്നു, 340 അവസാന വരികളിൽ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ അവർ വിജയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തെ വിദേശ രാജ്യങ്ങളിൽ പ്രചാരം ചെയ്യുന്നതിനെ കുറിച്ച് അവർ മനസ്സുകൊണ്ട് ഗൗരവം ഉള്ളവരായിരുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ പോയവരെന്ന ബഹുമതി നേടുവാനും വിദേശ പ്രചാരകർ എന്ന അംഗീകാരം ഉപയോഗപ്പെടുത്തി ഭാരതത്തിൽ തങ്ങളെ സ്വയം വിളംബരപ്പെടുത്താനും അവർ ആഗ്രഹിച്ചു. റൈറ്റ്? പ്രഭുപാദ് വളരെ ഒരു സീരിയസ് ആയ വിഷയമാണ് സംസാരിക്കുന്നത്. നമ്മളിത് പോയി ഇസ്കോൺ ഭക്തന്മാരെന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ മുഴുവൻ ഇത് വിളംബരം ചെയ്യണം എന്നല്ല പറയുന്നത്. ചൈതന്യ ചരിതാമൃതം അഡ്വാൻസ്ഡ് സ്റ്റഡിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ഉദ്ദേശശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനമാണ്.
പിന്നെ പ്രഭുപാദ് പറയുന്നു, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് ഭഗവാൻ നമുക്ക് തരും. റൈറ്റ്? ഇതാണ് വേണ്ടെങ്കിൽ അത് തരും. സോ ഇവിടെ പറയുന്നു, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശുപാർശ ചെയ്യുന്ന ഈ മാനദണ്ഡം സ്വീകരിച്ചാൽ നിർവ്യാജനായ ലോകപ്രചാരകനെയും, പ്രഭുപാദ് ആരെ കുറിച്ചാണ് പറയുന്നത്? പ്രഭാകരൻ അതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെയേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെങ്കിൽ അഹങ്കാരിയാന്ന് വിചാരിക്കും. അതുകൊണ്ട് പക്ഷെ പ്രഭുപാദ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ്. നിർവ്യാജനായ ലോകപ്രചാരകനെയും അസാരന്മാരെയും നമുക്ക് നിഷ്പ്രയാസം വേർതിരിച്ചറിയാൻ സാധിക്കും. സോ അതുകൊണ്ട് നമ്മള് പ്രഭുപാദിനെ പോലെ ലോകം മുഴുവൻ പ്രീച്ച് ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പ്രഭുപാദ് സാധാരണ വ്യക്തിത്വം അല്ല. പക്ഷെ എന്നാലും പ്രഭുപാദിന്റെ മൂഡ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് പ്രചോദനം നേടാം. റൈറ്റ്? നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, എനിക്ക് വേണ്ടിയല്ല, പക്ഷെ അതേസമയം ഞാൻ എൻ്റെ 100% അതിനുവേണ്ടി നൽകുന്നു അല്ലെ? നേരത്തെ പറഞ്ഞതുപോലെ ഗുരു പറഞ്ഞത് അതേപടി കണ്ണടച്ച് ഒരു ടേപ്പ് റെക്കോർഡർ പോലെ പറയുന്നതല്ല. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. പക്ഷെ അത് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവോട് കൂറുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഗുരു ചെയ്തതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അതേ വഴിയിൽ കുറച്ച് സംഭാവനകൾ നമുക്ക് നൽകാൻ സാധിക്കും. റൈറ്റ്? മറ്റൊരു കാര്യം ലാസ്റ്റ് പറയാനുള്ളത്, ഇതുകൊണ്ട് തന്നെ എത്രയോ പേര് ലോകം മുഴുവൻ പോയിട്ടോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയിട്ടോ എന്തൊക്കെയോ പ്രഭാഷണം ചെയ്യുന്നു. അവർ ചെയ്യുന്നിടത്തോളം ഇരിക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ ഇതിൽ പല വ്യക്തികളും ഒന്ന് അമേരിക്കയിൽ പോയിട്ട് കുറച്ചു നേരം അവിടെ ഇവിടെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജഗത് ഗുരു എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. ശരിയാണോ? ഒരുപാട് പേര് നമ്മൾ പണ്ടൊക്കെ കുറച്ച് ജഗത് ഗുരുമാരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏത് മുക്കിലും മുയലിലും ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാലും ജഗത് ഗുരുക്കന്മാർ അവിടെ പാർത്ത് പതുങ്ങിയിരിപ്പുണ്ട് അല്ലേ? ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചെടുക്കാൻ വേണ്ടി അത്രയും ജഗത് ഗുരുക്കന്മാർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്കോണിന്റെ ഒരു ഗൈഡ് ലൈൻ ആണ്, ഇത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പ്രഭുപാദിന്റെ പേരോട് കൂടെ ജഗത് ഗുരു എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. അറിയാമോ എന്നറിയില്ല. ഇസ്കോണിന്റെ ഗൈഡ് ലൈൻ ആണ്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, പ്രഭുപാദാണ് യഥാർത്ഥത്തിൽ ജഗത് ഗുരു. പ്രഭുപാദ് ലോകം മുഴുവൻ 11 വർഷത്തിൽ 14 തവണ ചുറ്റുകയും, എന്താ പറയാ, ഇന്ന് നോർത്ത് കൊറിയ പോലും എനിക്കറിയില്ല, അവിടെയും ഭക്തന്മാരുണ്ടാവും. എല്ലായിടത്തും ലോകം മുഴുവൻ ഭക്തന്മാരെ ഉണ്ടാക്കി കൃഷ്ണാവബോധത്തിന്റെ ഒരു എന്താ പറയുക, ഒരു സുനാമി തന്നെ തീർത്ത വ്യക്തിത്വം പ്രഭുപാദാണ്. ജഗദ്ഗുരു എന്നുള്ള പേരിന് ഏറ്റവും എന്തുകൊണ്ടും അർഹൻ പ്രഭുപാദ് തന്നെയാണ്. പക്ഷെ എല്ലാവരും ജഗദ്ഗുരു എന്ന് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിന്റെ വില നഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ഒരാളിൽ ഒരുവനായിട്ട് പ്രഭുപാദിനെ കാണാതിരിക്കാൻ വേണ്ടി പൊതുവെ ജഗദ്ഗുരു എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് പലർക്കും അറിയില്ല. ഇസ്കോൺ ഭക്തന്മാർക്ക് തന്നെ പലർക്കും അറിയില്ല. അവരറിയാതെ ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അവരെ പോയി വിമർശിക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേൾക്കാൻ പറ്റുന്നവർക്ക്, പറഞ്ഞാൽ മനസ്സിലാക്കുന്നവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കാം. പ്രഭുപാദ് ഇതിനും മുകളിലാണ് അല്ലേ? ജഗദ്ഗുരുവിനൊക്കെ മുകളിലാണ്. ഈ ആൾക്കാരൊക്കെ ജഗദ്ഗുരു എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ പ്രഭുപാദിനെ നമ്മൾ എന്ത് വിളിക്കണം? തീർച്ചയായിട്ടും ജഗദ്ഗുരു എന്നല്ല വിളിക്കേണ്ടത്. അതിനും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് വിളിക്കുക. സോ പൊതുവെ ഞാൻ ഇത് കേട്ട ശേഷം ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ് എന്ന് പറയാറില്ല. പക്ഷേ നമ്മളും കഴിയുന്നതും അത് പറയാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ചുറ്റുമുള്ളവർ പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരോട് മാത്രം ഇതൊന്ന് മാറ്റാൻ പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് GBCയുടെ ഒരു റെസൊല്യൂഷനാണ്. ഹരേ കൃഷ്ണ പ്രഭു ഈ കുംഭമേളയിൽ എന്തോ ഒരു നടന്നില്ലേ? പ്രഭുപാദരെ എന്തോ ജഗദ്ഗുരു വിഷു എന്തോ അവരാരോ കൊടുത്ത് അങ്ങനെ ഒരു ഇത് നടന്നില്ലേ? ആ സമയത്ത് അങ്ങനെ ഒരു വാട്സപ്പിൽ കുറെ കണ്ടിരുന്നു. ഞാൻ മറന്നുപോയി കറക്റ്റ് ആയിട്ട്. അത് മറ്റേ ഋത്വിക് ഗ്രൂപ്പ് ഓഫ് ഡിവോട്ടീസ് ആണ് അത് ചെയ്തത്. ഒരു ടൈറ്റിൽ കൊടുത്തു, വിശ്വഗുരു. വിശ്വഗുരു, അതെ, അങ്ങനെ എന്തോ ഒരു പുതിയൊരു പേര് കൊടുത്തു. അതെ, വിശ്വഗുരു. ശരി, അറിയില്ല എന്തായാലും. ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ്, ഒരു സംശയമല്ല, എൻ്റെ ഒരു തോന്നല്. നമ്മള് പ്രചാരകന്മാരാകുമ്പോ, പ്രചാരണം ചെയ്യുമ്പോ
നമുക്ക് വാക്കാലെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു പ്രചാരമായിട്ട് കാണാൻ കഴിയണം എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോന്ന് അറിയില്ല. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും പ്രഭു. പ്രഭുപാദ് ഇത് പറഞ്ഞു, നമ്മുടെ ജീവിതം തന്നെ പ്രീച്ചിങ് ആണ്, റൈറ്റ്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചിന്തിക്കുന്നതും, നമ്മുടെ മനസ്സാ വാചാ കർമ്മണം, നമ്മൾ ചെയ്യുന്നതൊക്കെ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ പ്രഭുപാദ് ഇത് പറഞ്ഞു വെച്ചാൽ അവർ ഹോൾ ലൈഫ് എക്സാമ്പിൾ, നമ്മുടെ ജീവിത ഉദാഹരണമായിരിക്കണം പ്രചാരണം. ആ പ്രചാരണത്തിനിടയ്ക്ക് ഒരു ചെറിയൊരു അംശം നമുക്ക് സംസാരിച്ചും പ്രീച്ച് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു ശതമാനം മാത്രമാണ് സ്പീക്കിംഗ്. പക്ഷെ അത് മാത്രമല്ല പ്രീച്ചിങ്, ബാക്കി എല്ലാം പ്രീച്ചിങ് ആണ്. ശരിയല്ലേ? അതെ അതെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരി പറഞ്ഞത് ശരിയാണ്. നമുക്കൊന്ന് 16 വരെ വായിച്ചാലോ, എന്നിട്ട് നിർത്താം. പർപ്പൊട്ടില്ല. ഓക്കെ ഓക്കെ. ശ്ലോകം 13. അച്യുതാനന്ദ ബഡ ശാഖ ആചാര്യ നന്ദന ആത്മജാ സേവില തേൻഹോ ചൈതന്യ ചരണ വിവർത്തനം ശീല പ്രഭാതിക്കിന്റെ. അദ്വൈത ആചാര്യന്റെ ഒരു വലിയ ശാഖ പുത്രനായ അച്യുതാനന്ദനായിരുന്നു. ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ അദ്ദേഹം ചൈതന്യ ചരണാരവിന്ദങ്ങളുടെ സേവനത്തിൽ മുഴുകി. ശ്ലോകം 14. ചൈതന്യ ഗോസായിര ഗുരു കേശവ ഭാരതി ഏയ് പിതാര വാക്യ ശുനി ദുഃഖ പായില അതി വിവർത്തനം ശീല പ്രഭാതിക്കിന്റെ. ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു കേശവ ഭാരതിയാണെന്ന് തന്റെ പിതാവിൽ നിന്ന് കേട്ടറിഞ്ഞ അച്യുതാനന്ദൻ വളരെയധികം അസന്തുഷ്ടനായി. ശ്ലോകം 15. ജഗത് ഗുരുദേവ് തുമി കര ഐച്ഛ ഉപദേശ തുമാരാ ഏ ഉപദേശ നഷ്ട ദേശ വിവർത്തനം ശീല പ്രഭാതിക്കിച്ച്. അദ്ദേഹം പിതാവിനോട് പറഞ്ഞു, ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു കേശവ ഭാരതി ആണെന്ന അങ്ങയുടെ വാക്കുകൾ നാടിന് തന്നെ കെടുതി വരുത്തും. ഹരികൃഷ്ണ. ശ്ലോകം 16. ചൗദ ഭുവനേര ഗുരു ചൈതന്യ ഗോസായി താന്ദ്ര ഗുരു അന്യായേ കോന ശാസ്ത്രേനായി വിവർത്തനം ശീല പ്രഭാതിക്കിച്ച്. ശ്രീ ചൈതന്യ മഹാപ്രഭു 14 ലോകങ്ങളുടെയും ആധ്യാത്മിക ഗുരുവാണ്. പക്ഷേ അവിടുന്ന് ആധ്യാത്മിക ഗുരു മറ്റാരോ ആണെന്ന് അങ്ങ് പറയുന്നു. ശാസ്ത്രങ്ങളൊന്നും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. 17ന്റെ ഇതും കൂടെ വായിച്ചേത്താം പ്രഭു, ശ്ലോകവും വിവർത്തനവും മാത്രം. ഓക്കെ ഓക്കെ. ശ്ലോകം 17. പഞ്ചമവർഷേര ബാലക കഹ സിദ്ധാന്തേര സാര ശുനീയ പായില ആചാര്യ സന്തോഷ അപാര വിവർത്തനം ശീല പ്രഭാതിക്കിച്ച്. 5 വയസ്സുള്ള പുത്രൻ അച്യുതാനന്ദന്റെ നിർണയത്തിൽ അദ്വൈതാചാര്യന് അതിയായ സന്തോഷം അനുഭവപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ അദ്വൈതാചാര്യരുടെ ഏറ്റവും മൂത്ത പുത്രനായിരുന്നു അച്യുതാനന്ദൻ. അപ്പോ ആ ചെറിയ പ്രായത്തിൽ പോലും അദ്ദേഹം എങ്ങനെ ഈ സിദ്ധാന്തം, വൈഷ്ണവ സിദ്ധാന്തത്തെ, ഗൗഡിയ വൈഷ്ണവ സിദ്ധാന്തത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാം, അല്ലെ? അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു കേശവ ഭാരതി, അതായത് ഒരു മായാവാദ വിഭാഗത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് വളരെ ദുഃഖം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ചൈതന്യ മഹാപ്രഭു ആണല്ലോ ത്രിഭുവനങ്ങളുടെയും ഗുരു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാപ്രഭു കേശവ ഭാരതിയുടെ ശിഷ്യനാണെന്ന് അറിയപ്പെട്ടാൽ അത് നാടിന് തന്നെ കെടുതി വരുത്തും എന്ന് പറഞ്ഞപ്പോ 5 വയസ്സുള്ള പുത്രൻ അച്യുതാനന്ദന്റെ നിർണയത്തിൽ അദ്വൈതാചാര്യൻ അതിയായ സന്തോഷം അനുഭവപ്പെട്ടു. അതായത് ഈ വ്യക്തിക്ക് ഗൗഡിയ വൈഷ്ണവ സിദ്ധാന്തം ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ആ വ്യക്തിക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം എൻ്റെ പുത്രനായി ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളിൽ സുരക്ഷിതമാണെന്ന് നല്ലൊരു സത്ശിഷ്യനെ കാണുന്ന സമയത്ത് ഗുരുവിന് വളരെ ആനന്ദം ഉണ്ടാവും. ശരിയല്ലേ? ഭാവിയെക്കുറിച്ച് പ്രഭുപാദ് വളരെ ആങ്സൈറ്റി ആയിരുന്നു. ഈ പ്രസ്ഥാനം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു, ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാണുമ്പോൾ തമാൽ കൃഷ്ണ മഹാരാജിനെ പോലെയും ഭക്തിചാരു മഹാരാജിനെ പോലെയും മറ്റു പല പല വ്യക്തിത്വങ്ങൾ, ബ്രഹ്മാനന്ദ മഹാരാജ്, ജയപതാക മഹാരാജ്, ഇങ്ങനെ പല വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ട സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ പ്രസ്ഥാനം സുരക്ഷിതമാണ്, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തോടെ ശാന്തമായിട്ട് ശരീരം ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ് പ്രഭുപാദിന് വളരെ ആശ്വാസം ഉണ്ടായി. ശരിയല്ലേ? അപ്പൊ അങ്ങനെ സത്ശിഷ്യന്മാരെ, സദ്ഗുരുവിനെ കിട്ടുമ്പോൾ എങ്ങനെയാണോ സത്ശിഷ്യന്മാര് സന്തോഷപ്പെടുന്നത്, അതുപോലെ തന്നെ
ഈ പ്രസ്ഥാനത്തെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല ശിഷ്യന്മാരെ കിട്ടുമ്പോൾ ഗുരുവിനും സന്തോഷമാവും. റൈറ്റ്? അതിന്റെ ഭാവാർത്ഥം നാളെ വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ പ്രഭു. ആ ശ്ലോകം 17 അല്ല, ശ്ലോകം 16 ആ വിവർത്തനത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭു 14 ലോകങ്ങളുടെയും ആധ്യാത്മിക ഗുരുവാണ്. പക്ഷെ അവിടുന്നിന്റെ ആധ്യാത്മിക ഗുരു എന്ന് പറയുമ്പോൾ അവിടുന്നിന്റെ എന്നുള്ളത് ആരെയും ഉദ്ദേശിക്കുന്നത് ഇവിടെ? ചൈതന്യ മഹാ ചൈതന്യ മഹാപ്രഭു. ഓ ശരി. ആധ്യാത്മിക ഗുരു മറ്റോ ആരാണെന്ന് പറയുന്നു അല്ലെ? ഹരേ കൃഷ്ണ. ഓക്കെ, നിർത്താം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരുപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव भक्त वृंद की जय, प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रेमानंदे। हरि हरि।